അത്യാധുനിക ആയുധങ്ങൾ യാത്രാ വിമാനങ്ങളിലും കാർഗോ വിമാനങ്ങളിലും ഇറാൻ കടത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ChatGPT ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് അത് കൃത്യമായ രീതിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളൊരു പരാമർശം കാണാൻ വേണ്ടി പറ്റും. അതവർ പറയുന്നത് യൂണിറ്റ് 180 ഉപയോഗിച്ചുകൊണ്ട് ആകാശപാത കീഴടക്കുന്ന പ്രവർത്തനങ്ങൾ കുറച്ച് നാളുകളായി ഇറാൻ ആരംഭിച്ചിട്ട്. അപ്പോൾ അതിൽ അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 28 വർഷം പഴക്കമുള്ള വിമാനങ്ങളാണ് ഇറാൻ്റെ അകത്ത് ഏകദേശം 60% ഇതിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഉപരോധം ഏർപ്പെടുത്തി, പതിറ്റാണ്ടുകളോളം ഉപരോധം ഏർപ്പെടുത്തിയത് കൊണ്ട് ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി പോലെയുള്ള ഈ മേഖലകളിൽ നിന്നാണ് വിമാനവുമായിട്ട് ബന്ധപ്പെട്ട പാർട്സുകൾ ലോക രാജ്യങ്ങൾക്കൊക്കെ കൊടുക്കാറുള്ളത്. ഇവരൊന്നും ഇറാന് കൊടുക്കുന്നില്ല. അപ്പോൾ 60% വിമാനങ്ങളും പഴക്കമുള്ളതാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് 2 മുതൽ 4 വർഷത്തിനിടയിലൊക്കെ ഒരുപാട് വിമാന ദുരന്തങ്ങൾ ഇറാനിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ഏറ്റവും പഴകി ജീർണിച്ച വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതിലൊക്കെ പാർട്സുകൾ മാറ്റാനോ പുതിയ വിമാനങ്ങൾ ഇറക്കുമതി ചെയ്യാനോ ഉപരോധം മൂലം സാധിക്കുന്നില്ല. അങ്ങനത്തെ വലിയ പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇറാനുണ്ട്. എന്നാൽ ഒരു 4 വർഷത്തിൻ്റെ ഇടയിൽ ചില മാറ്റങ്ങൾ അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. അഥവാ അവിടെ അങ്ങനെ വിമാന ദുരന്തങ്ങൾ കാര്യമായിട്ട് നടക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇവരുടെ ആയുധങ്ങൾ, ഇവരുടെ വിമാനങ്ങൾ ഒരു വിമാനത്തിൽ നിന്ന് യോജിച്ചത് മറ്റൊരു വിമാനത്തിലുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തും അതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് രഹസ്യമായ രീതിയിൽ ഇറക്കുമതി ചെയ്തും ഇവരുടെ പ്രശ്നം പരിഹരിക്കുന്നുണ്ട്. ആകാശം കീഴടക്കി ഇറാൻ വിലസുന്നു എന്നാണ് ചില പത്രങ്ങളിൽ കാണുന്നത്. അതിൻ്റെ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് പറയുന്നത് പറഞ്ഞാൽ റഷ്യയും ചൈനയും ഈ കാര്യത്തിൽ സഹായിക്കുന്നു. അഥവാ യാത്രാ വിമാനമായി ഇറാനിൽ നിന്ന് റഷ്യയിലേക്കോ ചൈനയിലേക്കോ തിരിച്ചു വരുന്ന സമയത്ത് ഇത്തരം ആയുധങ്ങൾ രഹസ്യമായ രീതിയിൽ വിമാനത്തിൽ വെക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് യാത്രാ വിമാനത്തിൽ മാത്രമല്ല, ചരക്ക് വിമാനത്തിലും ഇങ്ങനെ കാണാൻ വേണ്ടി സാധിക്കുന്നു. പല ഘട്ടങ്ങളിലും റഡാറിൽ കുടുങ്ങാത്ത രീതിയിൽ ചൈനയിൽ നിന്ന് ഈ കാർഗോ വിമാനങ്ങൾ ഇറാനിൽ വന്നു പോകുന്നതായിരിക്കുന്ന റിപ്പോർട്ട് അമേരിക്ക തന്നെ റിപ്പോർട്ടാക്കി പുറത്ത് വിട്ടിട്ടുണ്ട്. എന്നാൽ ഇത് എന്തിനു വരുന്നു, എങ്ങനെ വരുന്നു എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവും വന്നിട്ടില്ല. തുർക്കി, മലേഷ്യ, മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ, കിഴക്കൻ യൂറോപ്പ് ഇവിടുന്നെല്ലാം ഇത്തരം ഇറക്കുമതികളോ വരവുകളോ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് ഈ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിൽ നിന്ന് ഇത്തരം വസ്തുക്കൾ വരുന്നതിന് അവർ അന്താരാഷ്ട്ര തലത്തിൽ വിഷയമില്ലാത്ത ഒരു സംവിധാനത്തിലൂടെയാണ്, അതായത് ഡ്യൂൾ യൂസ് ഗുഡ്സ് എന്നാണ് അതിന് പറയുന്നത്. സിവിൽ പ്ലസ് മിലിറ്ററി, രണ്ട് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് കൂടുതലും വരാറുള്ളത്. അത് സിവിൽ ആവശ്യത്തിന് ഉപയോഗിക്കാം, അതേപോലെ തന്നെ മിലിറ്ററി ആവശ്യത്തിന് ഉപയോഗിക്കാം. ഏതെങ്കിലും തരത്തിൽ അന്വേഷണമോ പിടിക്കപ്പെടുകയോ അങ്ങനത്തെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാൽ സിവിൽ ആവശ്യത്തിനാണെന്ന് പറയുമ്പോൾ മറ്റ് ലോക രാജ്യങ്ങളെ തടയാൻ വേണ്ടിയിട്ട് അമേരിക്കക്കോ UN സാധിക്കുകയില്ല. അത് ഇറാൻ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നു. പിന്നെ മൂന്നാമത്തെ മാർഗം പറയുന്നത് ഈ കാർഗോ വിമാനത്തിൻ്റെ ബോക്സുകളൊക്കെ അയച്ച് പരിശോധിക്കുന്ന ഒരു സംവിധാനം ഉയർന്നു പൊന്തിയ ആകാശത്തിൻ്റെ മേലെ ഒരിക്കലും ഉണ്ടാവാറില്ല. ഇന്ന സ്ഥലത്ത് നിന്ന് ഉയരുന്നു, ഇന്ന സ്ഥലത്ത് താഴുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാൻ സ്വന്തമായ രീതിയിൽ വിമാനത്തിൻ്റെ പാർട്സ് നിർമ്മിക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. ചിലതൊക്കെ അത് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മെക്കാനിക്കൽ കോമ്പോണൻസ് അവർ നിർമ്മിക്കുന്നതാണ്. നോൺ ഡിജിറ്റൽ അവ്യോണിക് പാർട്സ് ഇറാൻ നിർമ്മിക്കുന്നതാണ്. ബേസിക് എൻജിൻ കമ്പോണൻറ്റ്, ഇങ്ങനെ ഒരു 10ഓളം ഉള്ളതിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന 3 പേരും പുറത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ മേഖല കീഴടക്കുക, അതായത് ആകാശവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ് ഏറെക്കുറെ ഇറാന് പരാജയം ഉണ്ടെങ്കിലുണ്ട്. അതും വിമാനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രം. മിസൈലുമായിട്ടോ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവരിപ്പോൾ 1ാം സ്ഥാനത്താണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സർവ്വ മേഖലയും നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ, അതായത് റഡാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇറാനിലേക്ക് വരുന്ന കപ്പലുകൾ, വിമാനങ്ങൾ, മറ്റ് സംവിധാനങ്ങളൊക്കെ ഏതൊക്കെ രാജ്യത്തിലെ യാത്രാ വിമാനങ്ങളും കാർഗോ വിമാനങ്ങളും ഇറാനിലേക്ക് വരുന്നുണ്ട് എന്ന് നിരീക്ഷിക്കാനുള്ള ആകാശ ചിത്രങ്ങൾ എടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇസ്രായേലും അമേരിക്കയും വർഷങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചതാണ്. എന്നാൽ ചിലതിലൊന്നും അത് കൊടുങ്ങുന്നില്ല, അല്ലെങ്കിൽ അതിലൊന്നും ക്ലിയർ ആകുന്നില്ല എന്നൊരു നിരാശയും എന്നൊരു പരാജയവും എന്നൊരു ബുദ്ധിമുട്ടും പ്രയാസവും യഥാർത്ഥത്തിൽ അമേരിക്കക്കും ഇസ്രായേലിനും ഉണ്ട്. യുദ്ധത്തോടനുബന്ധിച്ച് അവർക്ക് വലിയ രീതിയിൽ വലിയ ഗുണമുണ്ടായിരിക്കുന്ന പ്രവൃത്തിയാണ് 12 ദിന യുദ്ധം എന്ന് പറയുന്നത്. അതുകൊണ്ട് പറയുന്നത് യുദ്ധത്തിനോടുള്ള പ്രത്യാക്രമണ യുദ്ധവും, അതിൽ പിന്നെ ഒരു രാജ്യത്തിനും ഇടപെടാനില്ല. ഇസ്രായേൽ ആക്രമിക്കുന്നു, തിരിച്ച് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ നേരെ ആക്രമണം ഉണ്ടാകുന്നു. 2 രാജ്യം പരസ്പരം അങ്ങോട്ടും യുദ്ധം ചെയ്യുമ്പോൾ ഈ രാജ്യത്തിലേക്ക് വരുന്ന വിമാനത്തിനെ കണക്കെടുക്കാൻ വേണ്ടിയിട്ടൊന്നും സാധിക്കില്ല. ഇത് വല്ലാത്ത രീതിയിൽ അവസരമായിട്ട് ഇറാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്.
അഥവാ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും പരമാവധി ആയുധങ്ങളും സംവിധാനങ്ങളും വെടിക്കോപ്പുകളും എന്തൊക്കെ വേണോ അത്രയും കാര്യങ്ങളൊക്കെ ഇറക്കുമതി ചെയ്യപ്പെട്ടത് ഈ ഒരു കാലയളവിലാണ്. മറ്റ് രാജ്യങ്ങളും സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ രാജ്യത്തിൻ്റെ പേര് വിവരങ്ങൾ ഇതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. കാരണം യുദ്ധം തുടങ്ങിയതോടുകൂടി ലോകത്തിലെ അന്താരാഷ്ട്ര പത്രങ്ങൾ, മീഡിയകൾ, ചർച്ചകൾ, രാഷ്ട്രീയ നിരീക്ഷകന്മാർ, രാഷ്ട്രഭരണ നേതാക്കന്മാർ എല്ലാവരും ഇറാനെക്കുറിച്ചും ഇസ്രായേലിനെക്കുറിച്ചും ചർച്ച ചെയ്തു. ആ സമയത്ത് ഗസക്കകത്ത് ഏറ്റുമുട്ടലുകളും മരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊരു പത്രവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള വാർത്തയായിട്ട് ഇസ്രായേൽ മാറി. ആ മാറിയതോടനുബന്ധിച്ച് ഇവിടെ യുദ്ധങ്ങളും കെടുതികളും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊക്കെ ചർച്ച ചെയ്യുന്നതിനിടയിൽ ഇറാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ സംവിധാനത്തോടു കൂടി വലിയ ഇറക്കുമതി നൽകിയിട്ടുണ്ട്. യാത്രാ വിമാനത്തിൽ, കാർഗോ വിമാനത്തിൽ, യുദ്ധവിമാനത്തിൽ, ഈ നിരീക്ഷണം നടത്തപ്പെടുന്ന സൈനിക വിമാനത്തിലെല്ലാം ഇത്തരം പ്രവർത്തികൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിലെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ ലോകത്തെ ഏകദേശം 90-95% രാജ്യത്തിൻ്റെ അകത്തും ഉള്ള ആയുധങ്ങളെക്കുറിച്ചും ആയുധത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അതിൻ്റെ പ്രഭവ കേന്ദ്രത്തെക്കുറിച്ചും നിർമ്മിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക സംവിധാനത്തെക്കുറിച്ചും കൃത്യമായിട്ട് അറിയാം. ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു മിസൈൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏതൊക്കെ സാങ്കേതിക വിദ്യയാണ് സംവിധാനമാണ് ഉപയോഗിച്ചത്, എത്ര ദൂരത്ത് പോകും, എത്ര പ്രേരശേഷിയുണ്ട്, ഇത് എവിടെ നിന്ന് മുതൽ എവിടെ നിന്നാണ് പുറപ്പെട്ടുകയാണെങ്കിൽ ലക്ഷ്യം കാണുക, മാത്രമല്ല ആകാശത്ത് വെച്ച് ഇതിനെ തകർക്കാൻ പറ്റും എന്നറിയാം. ഇറാൻ്റെ കൈവശത്തിലുള്ളത് മാത്രം ഇപ്പോഴും അജ്ഞാതമാണ്, മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചില്ല. ഈ ഒരു നിരാശയും ഈ ഒരു പ്രയാസവും ആദ്യമായിട്ട് പ്രകടിപ്പിച്ചത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ വ്യോമ സൈനികരാണ്. ഞങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടി വലിയ സംവിധാന കാര്യങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്നു, അവർ തങ്ങളെ ആക്രമിക്കുന്നു, ചിലത് ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിക്കുന്നു. ഈ സംവിധാനം കുറ്റമറ്റ രീതിയിൽ ശക്തമായ രീതിയിൽ വീണ്ടും ഞങ്ങൾ സ്ഥാപിക്കുന്നു. അതിന് നേരെ ഈ യമൻ്റെ ഭാഗത്തുനിന്ന് ആക്രമണം വരുന്ന സമയത്ത് തങ്ങൾ പ്രതിരോധിക്കാൻ വെച്ചിരിക്കുന്ന പ്രതിരോധ സംവിധാനത്തെ തകർത്തുകൊണ്ട് ആ മിസൈൽ ലക്ഷ്യം കാണുന്നു. അപ്പോൾ നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇന്നലെ ഉപയോഗിച്ച മിസൈൽ സംവിധാനമല്ല, അതിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതല്ല ഇന്ന് ഉപയോഗിച്ച മിസൈലുകൾ. ഓരോരോ ദിവസവും അവർ മാറി മാറി പലതരത്തിലും പല രീതിയിലുള്ള മിസൈൽ ആക്രമണമാണ് നടത്തുന്നത്. ഈ മിസൈലുകളും നിർമ്മിക്കപ്പെട്ടത് യമനിലല്ല എന്നുള്ളത് കൃത്യമാണ്. ഇതൊക്കെ ഇറാൻ്റെതാണ്. ഇറാൻ കടൽ വഴിയോ മറ്റു മാർഗങ്ങളിലോ ഇവർക്ക് എത്തിക്കുന്നു. ഇവർ ഈ യുദ്ധത്തിന് ആക്രമണം നടത്തുന്നു എന്ന് ചുരുക്കം. അപ്പോൾ അങ്ങനെ വന്നത് വലിയ രീതിയിൽ അമേരിക്കക്ക് സാരമായിട്ട് അത് ബാധിക്കുകയും വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് പിന്നെ ആ യുദ്ധം അവസാനിപ്പിച്ച് നമുക്കറിയാം. കപ്പലുകളൊക്കെ അവിടുന്ന് പിന്മാറി. അമേരിക്ക ആക്രമിക്കില്ലെന്ന് യമൻ ആക്രമിക്കില്ലെന്ന് അമേരിക്കയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉടമ്പടി കരാറും വെച്ചുകൊണ്ടാണ് ചെങ്കടൽ യുദ്ധം തീർന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിൽ മറ്റൊരു തരത്തിലേക്ക് ഈ കാര്യങ്ങൾ നീങ്ങുന്നു. വളഞ്ഞു നിന്ന് ആക്രമിക്കുന്ന ഒരു സംവിധാനത്തിന് തങ്ങൾ എല്ലാവിധ ഒരുക്കങ്ങളും നടത്തി പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഇതിൻ്റെ ഇടയിൽ ഒരു വാർത്താ സമ്മേളനവുമായിട്ട് നടത്തിയ അഭിമുഖത്തിനിടയിൽ പറഞ്ഞു. വളഞ്ഞു നിന്ന് ആക്രമിക്കുക, ഒരു രാജ്യത്തിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. വളഞ്ഞു നിന്ന് ആക്രമിക്കാൻ വേണ്ടി തങ്ങൾ എല്ലാ സംവിധാനവും ഒരുക്കൂട്ടിരിക്കുന്നു എന്നതിൻ്റെ വിവക്ഷയായിട്ട് കാണുന്നത് ഇസ്രായേലിനെ വളയാൻ വേണ്ടിയിട്ട് ഷിയ മിലീഷ്യകൾ സമ്പൂർണ്ണമായ രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിർത്തി നോക്കുന്ന സമയത്ത് യമനിലാണെങ്കിലും ലെബനാനിലാണെങ്കിലും സിറിയയിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും ബഹ്റൈനിലാണെങ്കിലും എല്ലാം യഥാർത്ഥത്തിൽ ഷിയ മിലീഷ വിഭാഗമുണ്ട്. മാത്രമല്ല ഈ ഷിയ മിലീഷക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സുന്നി വിഭാഗം പോലെയല്ല, അവർ ഒത്തൊരുമയോടുകൂടി ഏകോപനത്തോടുകൂടി ഒരു നേതൃത്വത്തെ നിരീക്ഷിച്ചുകൊണ്ടും അതിൻ്റെ നിലപാടുകൾ അറിഞ്ഞുകൊണ്ടും പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാനിൽ ആരൊക്കെയാണോ അതിൻ്റെ പരമോന്നത സ്ഥാനത്തേക്ക് വരുന്നത് അത് അവരുടെ ആത്മീയ നേതാവായിട്ട് തന്നെ അവർ പരിഗണിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ സമീപനങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. സുന്നി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു രാജ്യവുമില്ല, അങ്ങനത്തെ ഒരു നേതൃത്വപരമായിരിക്കുന്ന ഒരു പങ്കാളിത്തവുമില്ല. അതുകൊണ്ട് ലോകാടിസ്ഥാനത്തിൽ സുന്നികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. ലോകത്തെവിടെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകാൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ ഷിയാക്കൾ അങ്ങനെയല്ല. അവർ ധരിക്കുന്ന വസ്ത്രത്തിനും സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രത്തിനും ഒരു ഏകോപനമുണ്ട്. ലോകത്തെവിടെയാണെങ്കിൽ അവർ ആ രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് എന്ന് ചുരുക്കം.
അപ്പോൾ ഇവിടെ ഇപ്പോൾ പറയപ്പെട്ട കാര്യം ഇങ്ങനെയാണ്, വളഞ്ഞു നിന്നുകൊണ്ട് ആക്രമിക്കുന്ന ഒരു രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസും ഇസ്രായേലിനെ ബോധിപ്പിച്ചാണ്. നമ്മൾ വിചാരിക്കുന്ന തരത്തിലല്ല. അവർ അടങ്ങി ഒതുങ്ങി വിശ്രമിച്ച് ഈ സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൂടെ നീങ്ങിയല്ല, അവർ വലിയ രീതിയിലുള്ള സംവിധാന ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതും അവരുടെ പർവ്വതങ്ങൾക്ക് താഴെയാണ് ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾക്കത്ര എളുപ്പത്തിൽ തകർക്കാൻ പറ്റാത്ത വിധമുള്ള എല്ലാ സംവിധാനങ്ങളും ഇറാൻ ഒരുക്കിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് പറയുകയും ചർച്ച നടക്കുന്നതിന് ഇടയിലാണ് ഇപ്പോൾ അത്യാധുനിക ആയുധങ്ങളൊക്കെ ആകാശം വഴി കടത്തുന്നു എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നത്. ഇതോട് വന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ അമ്പരപ്പുണ്ടാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.